ായിരുന്ന CN അഹമ്മദ് മൗലവിയെ പോലെ, പുളിക്കൽ അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകളെയാണ്. എന്താണ് ബ്രിട്ടീഷുകാർ ഇസ്ലാം പഠിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന ട്രെയിനിങ് കോളേജിലേക്ക് മുജാഹിദുകളായ നേതാക്കൾ മാത്രം ക്ഷണിക്കപ്പെടുന്നത്? എന്താണ് അതിന്റെ കാരണം? ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട്, പാരമ്പര്യത്തോട് നിരാകരണമുള്ള മതം, ആധുനികതയോട് താല്പര്യമുള്ള മതം, പുതിയ കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ വെട്ടിമുറിക്കുന്ന ഒരു മതം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ പാശ്ചാത്യ ലോകവീക്ഷണങ്ങൾക്കനുസരിച്ച് ചെത്തിമിനുക്കി കൊടുക്കുന്ന ഒരു മതം. അത് പഠിപ്പിക്കുന്ന ആളുകളെയായിരുന്നു വേണ്ടത്. അതിനുവേണ്ടി അവരെ സജ്ജമാക്കിയിരുന്നു, അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തിരുന്നു. 1885 മലമ്പുറം പള്ളിയിലെ മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്ബറകൾ പൊളിക്കാൻ, ആ മക്ബറ പൊളിച്ച് തറമ്മൽ പള്ളിയിലെ ജാറം പൊളിച്ച് അവിടെയുള്ള മഹാനുഭാവന്റെ ദേഹം അവിടെ നിന്ന് നാട് കടത്തി കൊണ്ടുപോയി കബറടക്കണമെന്ന് അന്നത്തെ മജിസ്ട്രേറ്റ് കലക്ടർക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. എന്താ കാരണം പറഞ്ഞത്? മലബാറിലെ മുസ്ലിമീങ്ങൾ അവർ പോരാട്ടത്തിനിറങ്ങുമ്പോ തറമ്മൽ പള്ളിയിൽ പോയിട്ട് അവർ സിയാറത്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് ആത്മീയമായി ഇന്ധനത്തെ സ്വീകരിക്കുന്നു. മക്കാമ് പൊളിക്കൽ ബ്രിട്ടീഷുകാരന്റെ ആവശ്യമായിരുന്നു, മക്കാമ് പൊളിക്കൽ ബ്രിട്ടന്റെ ആവശ്യമായതുപോലെ അത് അവിടെ മുജാഹിദിന്റെയും ആവശ്യമായിരുന്നു. കേരളത്തിൽ മക്കാമുകൾ പൊളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത ആളുകൾ ഒന്ന് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ മറ്റൊന്ന് വഹാബികളാണ്. നാടുകാണിയിലും കുറ്റ്യാടിയിലും ഒക്കെ അവർ മക്ബറകൾ പൊളിക്കാൻ അവർ ആക്രമണം നടത്തിയത് കാഴ്ചകൾ, വാർത്തകൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആഗോള ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട്. ആ മതത്തെ, നവീകരിക്കപ്പെട്ട മതത്തെ, അതോറിറ്റിയോട് ആദരവില്ലാത്ത, പ്രാമാണികമായി മഹബത്തില്ലാത്ത, പാരമ്പര്യബോധമില്ലാത്ത മതത്തെ, ആ മതത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന നവീകരിക്കപ്പെടുന്ന മതത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ടാണ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ ബിദഅകളും കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ആ ബിദഅകളെ മുഴുവൻ പ്രതിരോധിക്കുന്ന സംസ്ഥയാണെങ്കിലോ സുന്നത്ത് ജമാഅത്താണെങ്കിലോ ഇവിടെ അതോറിറ്റിയോട് സ്നേഹമുണ്ടാക്കുന്ന, മഹാന്മാരോട് ആദരവുണ്ടാക്കുന്ന ഒരു സൂഫി ഇസ്ലാമിന്റെ മധുരിമയുള്ള ഒരു മതം, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തനിമയുള്ള മതം, ആ മതത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മത കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നത്? എന്തിനാണ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്, ഒരു പ്രസംഗമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ സുന്നത്തു ജമാഅത്ത് നിലനിൽക്കാൻ ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കണം. സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. എന്തുകൊണ്ടാണ്? സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ. ശംസുൽ ഉലമയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണത്. എങ്ങനെയാണ് സുന്നത്തു ജമാഅത്ത് നിലനിൽക്കുമ്പോൾ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത്? അതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ 75 കൊല്ലമായി കേരളത്തിന്റെ അകത്തും പുറത്തും മലയാളികൾ ഉള്ള ഇടങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്ന സമസ്തയുടെ മദ്രസകൾ. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മുമ്പിൽ നിന്നതാരാണ്? ഇവിടെയുള്ള സൂഫികളാണ്. അജ്മീർ ഹാജയെ പോലെയുള്ള, മഹാനായ ബഖ്തിയാർ കാക്കി തങ്ങളെ പോലെയുള്ള, നിസാമുദ്ദീൻ ഔലിയെ പോലെയുള്ള സൂഫികളാണ്. സൂഫികൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോ അതിനെ സ്വീകരിക്കാൻ എല്ലാ മതത്തിന്റെ ആളുകളും മുന്നോട്ട് വന്നിരുന്നു. സൂഫി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരോടും സൗഹൃദത്തോടെ വർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 75 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ എത്ര 10,000-ൽ പരം വരുന്ന മദ്രസകൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് അധ്യാപകർ, ഇവരിൽ നിന്ന് എവിടെയെങ്കിലും ഒരൊറ്റ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ആ മദ്രസകളിൽ രാജവിരുദ്ധമായ ഒരു ആദർശം പഠിപ്പിക്കപ്പെട്ടു എന്ന്, രാജവിരുദ്ധമായ ആശയം പഠിപ്പിക്കപ്പെട്ടു എന്ന് ഇക്കാലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന ഓരോ ബിദഅകളെയും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. മുജാഹിദുകളാവട്ടെ, ജമാഅത്തുകാരാവട്ടെ, തബ്ലീഗുകാരാവട്ടെ, ഈ 3 ബിദഅകൾക്കെതിരെ രാജ്യദ്രോഹത്തിന്റെ പരാമർശങ്ങളുള്ള കേസുകൾ ഇന്ത്യയുടെ വിവിധ കോടതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ആത്മീയതയുടെ നനവുള്ള ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് മാറി ആധുനികതയുടെ, ഭൗതികതയുടെ, അതിതീവ്രവാദത്തിന്റെ പരപ്പുകളിലേക്ക് പടർന്നുപോയാൽ അവിടെ വരുന്ന തീവ്രവാദമാണ്. കേരളത്തിൽ നിന്ന് 500-ൽ പരം വരുന്ന ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദത്തിന്റെ പേരിൽ എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അതിന്റെ പിറകിൽ നിങ്ങൾ പോയി നോക്കുക. ആ 500-ൽ പരം വരുന്ന ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ ആദർശം ഏതായിരുന്നു? അവരുടെ ആശയം ഏതായിരുന്നു? അവരുടെ കാഴ്ചപ്പാടുകൾ ഏതായിരുന്നു? ഇസ്ലാമിന്റെ പാരമ്പര്യ മാർഗത്തിൽ നിന്ന് തന്നെ മാറി സ്വതന്ത്രമായ ആശയങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള സ്വതന്ത്രമായ ഒരു വ്യാഖ്യാനത്തിന് വഴികൾ തേടുന്ന കക്ഷികളായിരുന്നു അവരൊക്കെ. ബിദ്അത്തിന്റെ മുഴുവൻ ആളുകളും ഈ പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചരിച്ചപ്പോൾ അവർക്കൊക്കെയും ആശയപരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ
കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സമസ്തയെക്കുറിച്ച് അങ്ങനെ ഒരു ഏട് പറയാൻ കഴിയില്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആദർശപരമായിട്ട് മാത്രമല്ല, സാമൂഹ്യപരമായി ഈ രാജ്യത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് അഹ്ലുസുന്ന ഇവിടെ വേണം. സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടാൻ, ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദവും ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയും സംരക്ഷിക്കപ്പെടാൻ ഇവിടെ സുന്നത്തു ജമാഅത്ത് നിലനിൽക്കണം. ഇനി ആദർശമാണെങ്കിലോ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ, ആ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ സുന്നത്തു ജമാഅത്തിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ 100 കൊല്ലത്തെ നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.